വിജിലൻസ് കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം നൽകിയത്. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ശേഖർ കുമാറിന്റെ വാദങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി നൽകിയത്? അതിന്റെ ഓർഡർ കൂടി വന്നാലാണ് കൂടുതൽ ഈ വിഷയത്തിൽ എന്താണ് കോടതി നിർദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ചില കണ്ടീഷനുകൾ കൂടി ഇതിനകത്ത് ഉണ്ടാകും. കോടതി ഇന്ന് രാവിലെ ഒറ്റവാക്കിൽ അലൗഡ് എന്ന് മാത്രമാണ് ഈ ഓർഡറിൽ പ്രൊനൗൺസ് ചെയ്തത്. എന്തായാലും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശേഖർ കുമാർ പലതവണ തനിക്കെതിരെ തെളിവില്ല, താൻ കൈക്കൂലി ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല, തനിക്കെതിരെ തെളിവില്ല എന്നൊരു കാര്യമാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശേഖർ കുമാർ ഹൈക്കോടതിയിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ അങ്ങനെ ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതിയായിട്ടുള്ള അനീഷ് കുമാറിനോട്, ഇ ഡി പ്രതിയാക്കിയിട്ടുള്ള അനീഷ് ബാബുവിനോട് ഏതെങ്കിലും തരത്തിലൊരു ഇടപാട്, ഒരു കമ്മ്യൂണിക്കേഷൻ പോലും താൻ നടത്തിയിട്ടില്ല, അതിനൊരു തെളിവുമില്ല എന്നതായിരുന്നു കൃത്യമായി ഹൈക്കോടതിയിൽ എടുത്ത ഒരു നിലപാട്. ഇന്നിപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഉത്തരവിന്റെ കോപ്പി കൂടി ലഭിച്ചാൽ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ്, കണ്ടീഷനുകളാണ് വെച്ചിട്ടുള്ളത് എന്നത് കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരും. വിജിലൻസിന്റെ കൈക്കൂലി കേസിലാണ് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അഹമ്മദ് മുജ്തബയാണ് വിശദാംശങ്ങൾ നൽകിയത്.